ഹായ് ഫ്രണ്ട്സ്, ഉമ്മീസ് ഫുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ലൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ? അതും നമ്മുടെ പെരി പെരി ബീഫ് ഫ്രൈ. ഒരു നാടൻ റെസിപ്പിയാണ്. പിന്നെ ഞങ്ങളുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഒരു നാടൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഇതിനാദ്യമായിട്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം. അതിനായി നമ്മളിവിടെ 600 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കണം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം കൂടി പ്രഷർ കുക്കറിൽ 5 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. 2 ഉള്ളി സ്ലൈസായി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പിടുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇതിൽ ഉപ്പിടാൻ. ഇനി കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 തക്കാളി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, പിന്നെ 3 കൊണ്ടാട്ടമുളകും 2 ഉണക്കമുളകും ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റി അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 5 മിനിറ്റ് ഒന്ന് മൊരിയിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് സ്വല്പം ചെറുനാരങ്ങ നീര് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മളെ പെരി പെരി ബീഫ് ഫ്രൈ റെഡിയാകും. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ രീതിയിലുള്ള റെസിപ്പിയാണ്. പൊറോട്ട ആയാലും നെയ്ച്ചോറായാലും ഏതിലേക്കും നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.